എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരബ്രഹ്മത്തെ ആരാധിക്കുന്ന പ്രശസ്ത ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. സാഹോദര്യത്തിൻ്റെയും ആത്മീയ സ്നേഹത്തിൻ്റെയും സന്ദേശം പ്രോത്സാഹിപ്പിക്കുന്ന ക്ഷേത്രമാണിത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന 12 വിളക്ക് മഹോത്സവം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. മലയാള മാസമായ വൃശ്ചിക മാസത്തിലാണ് 12 വിളക്ക് ഉത്സവം നടത്തപ്പെടുന്നത്. വൃശ്ചിക മാസം 1 മുതൽ തുടർച്ചയായ 12 ദിവസങ്ങളിൽ 12 വിളക്കായി ആഘോഷിക്കപ്പെടുന്നു. നൂറുകണക്കിന് ആളുകൾ ക്ഷേത്ര പരിസരത്ത് 12 ദിവസത്തേക്ക് കുടിലുകൾ കെട്ടി താമസിക്കാറുണ്ട്. തീർത്ഥാടകർക്ക് നവോന്മേഷം പകരുന്ന ദിനങ്ങൾ 12 വിളക്ക് മഹോത്സവം പ്രദാനം ചെയ്യുന്നു. ശ്രീകോവിലില്ലാതെ വലിയ ആൽമരങ്ങൾക്ക് ചുവട്ടിൽ ദേവപ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നു തന്നെയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഇവിടുത്തെ പ്രസാദം ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള വിശുദ്ധ ചെളിയാണ്. ഇതിന് ഔഷധമൂല്യം ഉണ്ടെന്ന് പറയപ്പെടുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അന്നദാനമാണ്. അശരണർക്കും നിരാലംബർക്കും തണലായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം നിലകൊള്ളുന്നു. 365 ദിവസങ്ങളിലും ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ ഭക്ഷണപ്പുരയിൽ കഞ്ഞിയും മുതിരയും പാകം ചെയ്യുന്നു. അന്നദാനം എന്ന പുണ്യപ്രവൃത്തിയിലൂടെ വിശക്കുന്ന വയറുകൾക്ക് ആശ്വാസമേകുന്നു. ദക്ഷിണകാശിയായ ഓച്ചിറ ക്ഷേത്രത്തിൽ കിഴക്കും പടിഞ്ഞാറുമായി ആൽത്തറകളുണ്ട്. വിശാലമായ മണൽപ്പരപ്പുകൾ കടന്നു ചെല്ലുമ്പോൾ കിഴക്കേ ആൽത്തറയിലെത്തുമ്പോൾ അലങ്കരിച്ച കാളകളെ കാണാം. ഇവയെ ഓച്ചിറ കാളകളെന്നാണ് അറിയപ്പെടുന്നത്. ഇവയെ തൊട്ടു വന്ദിച്ചും അവയ്ക്ക് ഭക്ഷണം നൽകിയുമൊക്കെയാണ് ഭക്തർ കടന്നു പോകുന്നത്. ഇവിടെ ഒരു നടപ്പന്തലുണ്ട്. കിഴക്കേ ആൽത്തറയിൽ ശിവസങ്കല്പമാണ്. ആരോഗ്യ സൗഖ്യത്തിനായി തടിയിൽ തീർത്ത ആൾരൂപങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ആൽത്തറയുടെ പടിഞ്ഞാറ് ഭാഗം പാർവതി സങ്കല്പമാണ്. ഇവിടെയും ഭക്തർ പ്രാർത്ഥിക്കുന്നു. ശിവസങ്കല്പമാണെങ്കിൽ കൂടിയും ആൽത്തറയ്ക്ക് ചുറ്റും വലം വയ്ക്കുന്നു എന്ന സവിശേഷതയും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിനുണ്ട്. കിഴക്കേ ആൽത്തറയ്ക്കുള്ള അത്രയും തന്നെ പ്രാധാന്യം പടിഞ്ഞാറേ ആൽത്തറയ്ക്കും ഉണ്ട്. ഓച്ചിറ ക്ഷേത്രത്തിൽ നാഗദൈവങ്ങളുടെ ആരാധനയും നമുക്ക് കാണാവുന്നതാണ്. പടിഞ്ഞാറേ ആൽത്തറയുടെ വടക്കുഭാഗത്തായാണ് ഒണ്ടിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. പരബ്രഹ്മമുണ്ട് എന്ന അർത്ഥമാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. 12 വിളക്ക് മഹോത്സവത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇവിടെ കുടിൽ കെട്ടി ഭജനം പാർക്കുന്ന ഭക്തർ. ചില ഭക്തർ അന്നദാനം നടത്തി വരുന്നു. ചില ഭക്തർ കുടിലുകളിൽ പായസമുണ്ടാക്കി അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാറുണ്ട്. ഓച്ചിറ 12 വിളക്ക് മഹോത്സവത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം.
ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എന്തുതന്നെയായാലും ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് തണലായി ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം നിലകൊള്ളുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.